ഡീഗ്രേഡിങ് ഉണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളെ ഉള്ളവർ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. ഞങ്ങൾ ദിലീപിൻ്റെ സിനിമയാണെങ്കിൽ ഞങ്ങൾ പോയി കാണും. അതിലെന്തോന്ന് ഡീഗ്രേഡൊന്നും ഒന്നും നോക്കത്തില്ല. ഭയങ്കര ഇഷ്ടമാണ്. ദിലീപ് സാറിൻ്റെ കൂടെ ഒത്തിരി കഷ്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ദിലീപ് സാർ ഇനിയും ഒരുപാട് 100 വയസ്സ് വരെ അഭിനയിക്കട്ടെന്ന് പറയുന്നു. നല്ല സിനിമയാണ്. ആയിരിക്കാം. പിന്നെ ഇതിനെല്ലാത്തിനും മേളിൽ ഒരാളുണ്ട്, ദൈവം എന്നൊരു ശക്തിയുണ്ട്. അത് മാത്രം നോക്കിയാൽ മതി. പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ടല്ലോ, സൂര്യ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്. അത് മാത്രം മുന്നിട്ട് നമ്മൾ പോയാൽ മതി. അതാണ് ദിലീപെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. ഓക്കെ. പക്ഷേ ഇഷ്ടമാണ് കേട്ടോ. നല്ലതായിരുന്നു, സിനിമ നല്ലതായിരുന്നു. അങ്ങനെ വരട്ടെ, തിരിച്ചു വരട്ടെ നമ്മുടെ പഴയ ദിലീപ്. നല്ല നല്ല സിനിമ തന്നെ. പിന്നെ ഹാസ്യമാണല്ലോ ദിലീപിൻ്റെ ഒക്കെ അഭിനയമൊക്കെ എപ്പോഴും. ഭയങ്കര ഇഷ്ടമാണ്. ദിലീപ് സാറിൻ്റെ കൂടെ ഒത്തിരി കഷ്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ദിലീപ് സാർ ഇനിയും ഒരുപാട് 100 വയസ്സ് വരെ അഭിനയിക്കട്ടെന്ന് പറയുന്നു. കോമഡി മോശമായിട്ടൊന്നുമല്ല, കുറച്ച് നമുക്ക് ചിന്തിക്കാനുമുണ്ട്, കുറച്ച് സങ്കടമുണ്ട്. പിന്നെ എന്നാൽ കുറച്ച് ആത്മാർത്ഥത നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. നല്ല കോമഡികളും നല്ല കുറച്ച് സങ്കടമുള്ളവർക്ക് വേണ്ടി ചിരിക്കാനായിട്ടൊക്കെ ഉള്ള കുറേ കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മാഡവും എൻ്റെ മാഡത്തിൻ്റെ മകളുടെ കുഞ്ഞും ഞങ്ങളെല്ലാം ഒരു കുറച്ച് ദൂരെ നിന്നാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഈ സിനിമ കാണിക്കാനായിട്ടും കൂടെയാണ് വന്നേക്കുന്നത്. അതിൽ വളരെ ഹാപ്പിയാണ്. നിറഞ്ഞായിരുന്നു. ഇല്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ മാഡത്തിനും ദിലീപ് സാറിൻ്റെ സിനിമയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇതിനു വേണ്ടി തന്നെ വന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നല്ല സിനിമയാണ്. ഞങ്ങൾക്ക് കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും കുറച്ച് സന്തോഷമുണ്ടായി, നല്ല ഒരു വിഷമവും ഉണ്ടായി. ഡീഗ്രേഡിങ് ഉണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളെ ഉള്ളവർ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. ഞങ്ങൾ ദിലീപിൻ്റെ സിനിമയാണെങ്കിൽ ഞങ്ങൾ പോയി കാണും. അതിലെന്തോന്ന് ഡീഗ്രേഡൊന്നും ഒന്നും നോക്കത്തില്ല. ഞങ്ങളെല്ലാ സിനിമയും കാണും. ഇന്നാളെ സിനിമ എല്ലാ സിനിമയും ദിലീപിൻ്റെ സിനിമ ഇതുവരെയുള്ള എല്ലാം കണ്ടിട്ടുണ്ട്. ഒന്നേ ഉള്ളൂ കൊട്ടാരക്കര വെച്ചിട്ട് ഇതൊക്കെ ചെയ്തില്ല, ഷൂട്ട് പുതിയ ഉദ്ഘാടനം ചെയ്തു. അതേ ഉള്ളൂ സിനിമ, ഇറങ്ങാത്ത സിനിമയേ ഉള്ളൂ കാണാത്തത്. ബാക്കി എല്ലാ സിനിമയും ഞങ്ങൾ കണ്ടിരിക്കും. ഈ ഒരു പടത്തിലൊന്നല്ലേ, എന്നത്തെയും പോലെ തന്നെ നല്ല നടനാണ്. എല്ലാ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ദിലീപ് എന്ന് പറയുമ്പോൾ എപ്പോഴുമേ ഒരുപോലെയല്ലേ. അതിന് നമ്മൾ ഡീഗ്രേഡൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ തോന്നൽ. ആയിരിക്കും, പറഞ്ഞോട്ടെ. അതിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല തിരക്കോടെ വന്നോളും, ദൈവം കാത്തോളും. കുഴപ്പമില്ല, വലിയ അതല്ലേ പറഞ്ഞേ. കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ദിലീപിൻ്റെ പടം വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റി. അതാനുമാണ് എങ്കിൽ തന്നെയും അത് കുറച്ച് അപകടവുമാണ്. കാരണം അത് ശരിക്ക് എന്താണെന്ന് തിരക്കണ്ടേ. കിട്ടുന്നത് അപ്പാടെ റീൽസ് കൂട്ടുക എന്നുള്ള ഇതിൽ അങ്ങ് പോവുകയല്ലേ. അങ്ങനെ പാടില്ലല്ലോ. ഇപ്പോൾ ഈ കണ്ടത് അതിൻ്റെ ഉദാഹരണമാണല്ലോ. അതാണ് ഏറ്റവും വലിയ ലാസ്റ്റുള്ള ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. കാരണം ഒരു സാധാരണക്കാരുടെ ജീവിതങ്ങളിൽ ഇങ്ങനെ വരരുത്. ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ. അതാണല്ലോ, അത് ദിലീപിനോടുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികം ആയിരിക്കാം. പിന്നെ ഇതിനെല്ലാത്തിനും മേളിൽ ഒരാളുണ്ട്, ദൈവം എന്നൊരു ശക്തിയുണ്ട്. അത് മാത്രം നോക്കിയാൽ മതി. പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ടല്ലോ, സൂര്യ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്. അത് മാത്രം മുന്നിട്ട് നമ്മൾ പോയാൽ മതി. അതാണ് ദിലീപെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. ഓക്കെ.